ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ കാലഘട്ടത്തിൽ ചിരിക്കാനുള്ള സമയമാണ് വളരെ കുറവ്. ചിരിക്കാൻ പറ്റാറില്ല. നമ്മളൊക്കെ പുറമേ കാണുമ്പോൾ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ചിരിക്കുമെങ്കിലും എല്ലാവർക്കും എത്രയോ ടെൻഷനുകളല്ലേ. ചിരിക്കാൻ കിട്ടുന്ന സമയം നമ്മളായിട്ട് തേടി കണ്ടുപിടിക്കണം. ഞാൻ അങ്ങനെയാ ചെയ്യാറ്. അധികം കാരവനിലിരിക്കില്ല. പുറത്തെവിടെയെങ്കിലും ചെയറിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഇരിക്കും. നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനെ വെറുതെ കിടക്കും. അത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ എൻട്രി തന്നെയാണ്. അന്നത്തെ കാലത്ത് ലിവിങ് ലെജൻസ് എന്ന് പറയുന്ന പത്മരാജൻ സാർ എന്ന് പറയുന്ന ഏറ്റവും റൈറ്റർ ഡയറക്ടർ, ഞാൻ പോയി എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരേ കളർ എടുക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയും പോയാലും തപ്പി 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 കറുത്ത ഷർട്ട് പോലെ. അതുകൊണ്ട് അവര് മേടിച്ചത്. ഒരു ഇന്റർവ്യൂവിൽ ഫാസിലിനോട് ചോദിച്ചു, ജയറാമിനെ വെച്ച് എന്താ സിനിമ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സത്യനന്ദിക്കാടും സിബിയും ബാക്കി എല്ലാവരും പറയുന്നത് അയാളെ വെച്ച് ഒരു സിനിമ എടുത്താൽ അടുത്ത സിനിമ അയാളെ വെച്ച് എടുക്കാൻ തോന്നും. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ജയറാമിനെ വെച്ചെടുക്കാത്ത. ആ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആനകള്, ചെണ്ടക്കാര്, ഇന്നും ഉത്സവപ്പറമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. അവിടെ പോയി ചിലപ്പോൾ നിൽക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ് ഞാൻ ചെണ്ടയായിട്ട് അവിടെ പോകുന്നത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പൊട്ടും ചെയ്യണ്ട. ദേഷ്യം ശിവശംഭോ ശംഭോ ശിവശംഭോ 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 ശംഭോ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കണം. സുഖമായിട്ടിരിക്കണം. ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ മിസ് അവിടെ, അതായത് സിനിമകൾ അല്ലെങ്കിൽ മേളം, ഈ രണ്ട് സമയത്ത് ഏട്ടനെ കാണാൻ കിട്ടുന്നുള്ളൂ. ബാക്കി പോയി മറ്റേ എയർപോർട്ട് ലുക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ എല്ലാരും പിടിക്കപ്പെടുന്നുണ്ട്. ഏട്ടന് എവിടെയും പിടിക്കപ്പെടാതെ എവിടെയാണ് മിസ് അവിടെ? താമസം 30 വർഷത്തിന് മുകളിലായിട്ട് മദ്രാസിലാണ്. എന്നാലും അത് കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കോൺഷ്യസ് ആയിട്ട് ഏട്ടൻ ഇങ്ങനെ മാറി നിൽക്കുകയാണോ, അതായത് സിനിമകളിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ? അതെ, നമ്മുടെ ജോലി ചെയ്യുമ്പോൾ മാത്രം നമ്മൾ വന്നാൽ പോരെ, അല്ലാതെ എല്ലാ സമയത്തും. പിന്നെ ഞാൻ പൊതുവെ ഇതിൽ നിന്നൊക്കെ കുറച്ച് പുറകിലാണ് കേട്ടോ. ഈ രാവിലെ എണീറ്റ വഴിക്ക് നമ്മൾ ഉടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇതാണ്, ഇന്നത്തെ എൻ്റെ ആഹാരം ഇതാണ്, ഇന്ന് ഞാൻ അത് ചെയ്തു, ഇത് നമ്മളുടേതായിട്ടുള്ള സ്വകാര്യ സന്തോഷങ്ങളില്ലേ, അത് സ്വകാര്യതയിലേക്ക് വരെ ചൂഴ്ന്നിറങ്ങുന്ന ഒരു കാലഘട്ടമാണല്ലോ. കറക്റ്റ് ആണ്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ മാതിരി തന്നെ ആർക്കും പിടികൊടുക്കാതെ മാറി നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കാലഘട്ടത്തൊക്കെ എല്ലാവർക്കും എല്ലാം അറിയാം. ജയറാം എന്ത് ചെയ്യുന്നു, എവിടെയാണ്, എല്ലാം, എവരിബഡി നോസ്. സോ നമ്മൾ പിന്നെയും അത് ഒരുപാട് 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 സോഷ്യൽ മീഡിയ കൂടെ അവരെ ശല്യപ്പെടുത്താൻ പാടില്ല. നമ്മളായിട്ടും കൂടെ ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഏട്ടനീ കാര്യങ്ങൾ പറയണ കേൾക്കാൻ നല്ല രസമാണ്. ഈ നരേറ്റീവ്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പറയുമല്ലോ, കഥ കേൾക്കണ പോലെ നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കുമല്ലോ. ഇത് എപ്പോഴാണ് ഏട്ടന് സ്റ്റാർട്ട് ചെയ്തത്? അതായത് കുഞ്ഞിലേ അറിയാതെ ഇങ്ങനെ ഉള്ളൊരു ശീലമാണോ? ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സ്, എൻ്റെ വല്യമ്മമാർ, എല്ലാവരും ഞങ്ങളൊരു വലിയ കൂട്ടുകുടുംബമായിരുന്നു പെരുമ്പാവൂർ. അപ്പോൾ എൻ്റെ നല്ല മുത്തശ്ശി കഥ കേട്ടാണ് വളർന്നിട്ടുള്ളത്. കുഞ്ഞുനാളിൽ ഒരുപാട് കഥകൾ കേട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മക്കൾക്കും അതേപോലെ ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ കേട്ടും കണ്ടും ഒക്കെ വളർന്നുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ചേച്ചിക്കാണേലും ചക്കിക്കാണേലും കണ്ണനക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ചായ, എല്ലാവർക്കും സൗമ്യ മുഖമാണ് എപ്പോഴും. എല്ലാരും പ്ലസന്റ് ആണ്, എല്ലാരും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഏട്ടന് ദേഷ്യം വീട്ടിലേട്ടാ? ദൈവമേ, ഞാൻ പാർവതി ചേച്ചി എപ്പോഴും വളരെ പ്ലീസിങ് ആയിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ തന്നെയാണ് ചക്കിയും കണ്ണനും ഒക്കെ നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം. ഏട്ടനും അങ്ങനെ തന്നെയാണ്. അല്ല, ഞാനിങ്ങനെ ചോദിക്കുന്നതോട് പറയാൻ, നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിരിക്കാനുള്ള സമയമാണ് വളരെ കുറവ്. ചിരിക്കാൻ പറ്റാറില്ല. നമ്മളൊക്കെ പുറമേ കാണുമ്പോൾ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ചിരിക്കുമെങ്കിലും എല്ലാവർക്കും എത്രയോ ടെൻഷനുകളല്ലേ. എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് എൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും, സരയുടേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ചിരിക്കാൻ കിട്ടുന്ന സമയം നമ്മളായിട്ട് തേടി കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മളെ തേടി ഒരിക്കലും അത് വരില്ലേ. നമ്മളായിട്ട് തേടി കണ്ടുപിടിച്ച് സ്വയം ചിരിച്ചാലിപ്പോൾ ഉള്ളൂ ഇനി ഈ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു സെറ്റിലാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും അധികം കാരവനിലിരിക്കില്ല. പുറത്തെവിടെയെങ്കിലും ചെയറിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഇരിക്കും. എന്നിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനെ വെറുതെ കിടക്കും. അത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തുക.
പുറമേ നമുക്ക് സന്തോഷം പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറഞ്ഞു തുടങ്ങി. വളരെ കുറഞ്ഞോട്ടേക്ക് ചുറ്റുപാട് എല്ലാം ടെൻഷനല്ലേ. രാവിലെ എണീറ്റാ തൊട്ട് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ചെറിയ ചെറിയ, അല്ലെങ്കിൽ പിന്നെ ഒരു ടെൻഷൻ അടിക്കാത്ത ആളായിരിക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും രാവിലെ എണീക്കുന്നൊരു സമയം ഷൂട്ടിങ്ങിന് 7 മണിക്ക് എത്ര എന്നുള്ളത് എങ്ങാനും ലേറ്റ് 7:05 പോലെ അതൊരു വലിയ ടെൻഷനാണ്. പിന്നെ നമുക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റില്ല, ട്രാഫിക് ബ്ലോക്ക്, അത് ഇത് എല്ലാ കാര്യങ്ങളിലും ഫ്രം ദ മോർണിംഗ് തുടങ്ങുകയല്ലേ ടെൻഷൻ. അപ്പൊ നമ്മളിങ്ങനെ പലപ്പോഴും പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറമെ ആൾക്കാരുടെ ഒക്കെ ഇടയിലേക്ക് നിൽക്കുമ്പോഴൊക്കെ കോൺഷ്യസ് ആയിട്ട് വേറൊരാളായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു സ്ട്രെസ് ഉണ്ടോ? അയ്യോ, അതാണ് നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ, എന്താ പറയാ മോഹം അല്ലാതെ പിടിച്ചിട്ട് എന്താ ഞങ്ങളൊന്നും ഇഷ്ടമായില്ല, അങ്ങനെ ചോദിക്കും. അതാണ് നമ്മൾക്കുള്ളിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അതല്ലേ കണ്ണന്റെ ഒക്കെ ഒരു ടേക്ക് എങ്ങനെയാ ഈ ഒരു കാര്യത്തില്? പൊതുവെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു നോ കെയർ ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് പറയാറുണ്ട്. കണ്ണൻ എപ്പോഴും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് എന്റെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു പക്ഷേ അശ്വതിയുടെ ഒരു വളർത്തലിന്റെ ഒരു ഇതും കൂടി ഉണ്ടിട്ട്. അപ്പൊ ഈ കാലഘട്ടത്തെ ഒരു പ്രസന്റ് ഒന്നും അവനില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ പോലെ തന്നെയാണ് വളരെ ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി പോയി അത് ഇത് അങ്ങനത്തെ ഒന്നും വളരെ കുറവാണ്. പെട്ടെന്ന് എന്ത് സംസാരിച്ചത് നമ്മൾ തിരിച്ച് കുടുംബത്തിലേക്കേ വരികയാണ്. കുടുംബത്തിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു ആളാണല്ലോ. സൗഹൃദങ്ങളുടെ ഒരു ഛായ എങ്ങനെയാണ് ജീവിതത്തിലെ? സൗഹൃദങ്ങൾ ഓരോ സിനിമയ്ക്ക് നമ്മൾ പോകുമ്പോഴും ആ 40 ദിവസം 50 ദിവസം 60 ദിവസം അങ്ങനെയായിരുന്നു മലയാളം. ഇപ്പം മറ്റു ഭാഷകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവിടെ പോയാലും 5 ദിവസം 10 ദിവസമുള്ള സൗഹൃദങ്ങൾ. പക്ഷെ അതെന്നും ഞാൻ കീപ്പ് ചെയ്യുന്ന സൗഹൃദമാണ്. ഒരാളെയും തിരിച്ച് നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തുകയോ ആ സൗഹൃദങ്ങൾ ഇല്ലാണ്ടാക്കുകയോ അങ്ങനെ ചെയ്യില്ല. എന്നും ആ സൗഹൃദം കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും 1 വർഷം 2 വർഷം കഴിഞ്ഞാലും വിളിക്കുമ്പോൾ ആ സന്തോഷം അപ്പോഴും ഉണ്ടാവും. ചിലവർക്ക് നമ്മൾ എന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ സ്ഥിരമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കുട്ടിക്കാലം തൊട്ട് പഠിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ പെരുമ്പാവൂരുള്ള. അതാണ് എൻ്റെ സൗഹൃദം. പിന്നെ ഏറ്റവും വലിയ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുക, എൻ്റെ ഭാര്യ തന്നെയാണ്. അത് കഴിഞ്ഞുള്ള എൻ്റെ ഫ്രണ്ട് എൻ്റെ മോനാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ മോളാണ്. ഇപ്പം എൻ്റെ മരുമോനും എൻ്റെ മരുമോനും ഇവര്. കാരണം ഇതായിരിക്കും ഒരുപക്ഷെ കാലത്ത് തൊട്ട് എന്തെങ്കിലുമൊക്കെ തമാശകൾ കൺവേ ചെയ്യാൻ, ഇന്നലെ നടന്നത് സെറ്റിൽ നടന്നത് ഒക്കെ കൺവേ ചെയ്യുന്ന ഇവരുമായിട്ടാണ് പറഞ്ഞു ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പെരുമ്പാവൂരിലെ ഫ്രണ്ട്സുമായിട്ട്. ഈ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഒരിടത്ത് ഏട്ടൻ പറയുന്നത് കേട്ടു. അതായത് എനിക്ക് മാനേജറോ PR ഒന്നുമില്ല, എനിക്ക് ഡയറി പോലും ഇല്ല, എല്ലാം ഇവിടെയാണ്, എല്ലാം ഞാൻ ഓർത്ത് വെക്കും, ഡേറ്റ്സ് കാര്യങ്ങൾ. ഇപ്പം ഈയിടെ 2 സിനിമയ്ക്ക് ഒരേ ഡേറ്റ് കൊടുത്ത ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. 2 സ്ഥലത്ത് ഒരേ ഡേറ്റ് കൊടുത്ത ആൾക്കാർ വരെ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ ഒരു പീസ്ഫുൾ ഒരു സൈഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണോ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ? ഇത്രയും എഫേർട്ട് വേണ്ട, വേറെ ആളെ ഏൽപ്പിച്ച് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം? അതിൻ്റെ അല്ല, എപ്പോഴും നമ്മളൊരു കാര്യം നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു സത്യസന്ധത എപ്പോഴും, അത് ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ്, നമ്മൾ എന്ത് പറഞ്ഞാലും. ഇപ്പം ഞാൻ സരയോടൊരു കാര്യം പറയാനുണ്ട്, അത് വേറെ ആൾ വഴി ഞാൻ ചുറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് സെൻസിലായിരിക്കില്ല സരയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂ, മഴവിൽ മനോരമയുടെ ഈ ഇൻ്റർവ്യൂവിന് എനിക്ക് രാവിലെ 10 മണിക്ക് എത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരാൻ കഴിയില്ല, അങ്ങനെ അത് വേറെ ആൾ വഴി ചിലപ്പോൾ പറയുമ്പോൾ അതൊരു വേറെ സെൻസിലെടുക്കും. അയക്കപ്പോൾ ഇതൊന്നും വയ്യേണ്ട, അങ്ങനെ. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് സരവിനോട് പറയുമ്പോൾ ഇന്നതാണ് സരവ് പ്രശ്നം, ഇന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ഡേറ്റ് ആണെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് അവരായിട്ട് സംസാരിച്ച് ഇന്ന ദിവസം ഇല്ല കേട്ടോ, ഞാൻ ഇന്ന പ്രോബ്ലമാണത്, ഓക്കെ ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ അത് എപ്പോഴും അതായിരിക്കും. പിന്നെ ഞാൻ ഈ മെസ്സേജ് അയക്കുകയില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് വിളിക്കുകയുള്ളൂ. അല്ലാതെ മെസ്സേജ് അയച്ച് ഇന്നതാണ് ഞാൻ അതുപോലും ചെയ്യില്ല. ഡയറക്റ്റ് വിളിച്ച് ഒരു 3 മാസം 4 മാസം മുമ്പുള്ള കാര്യം വരെ നേരത്തെ പറഞ്ഞ് ചെയ്തേക്കും. ഇന്ന ദിവസം ഞാൻ ഉണ്ടാവില്ല, ഇല്ല ഇന്ന ദിവസം ഇത്. അപ്പൊ എന്താ പറയാ, നമുക്കൊരു സമാധാനമായിരിക്കും. ഈ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് അപ്പുറത്തെ ഒരു റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവോ? അല്ലെങ്കിൽ അത് വിട്ടേക്കും, അത് ആ കാര്യം വിട്ടേക്കും. ഇന്ന ഇത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ല ഇന്നതാണ് എന്നാ വേണ്ട, ഇപ്പോഴേ വിട്ടേക്കും, ഞാനില്ല, അത് ആവശ്യമില്ലാതെ. ഇപ്പൊ ഇങ്ങനെ ഡേറ്റുകളുടെ കാര്യം അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ ഏട്ടൻ പറഞ്ഞു. അപ്പം ഒരുപാട് ഡയറക്ടേഴ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് ഏട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 10-15 പടങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെ കൂടെയൊക്കെ ഏട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ അങ്ങനെ അതേപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് കേൾക്കാതെ അല്ലെ അങ്ങനെ ആ ഒരു ധൈര്യം ഇന്നുണ്ട് ഏട്ടന്. അത് പലതും സൗഹൃദങ്ങളുടെ പുറത്തും ആ ഡയറക്ടേഴ്സിനോടുള്ള വിശ്വാസം, റൈറ്റേഴ്സിനോടുള്ള വിശ്വാസത്തിന്റെയൊക്കെ പുറത്ത് സംഭവിക്കുന്നതാണല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സൗഹൃദങ്ങളോട് മാത്രമല്ല കേട്ടോ,
അവരൊക്കെ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിരുന്നു. ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ എൻട്രി തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന ഒരു 38 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അന്ന് മദ്രാസിൽ പോയി ചാൻസ് ചോദിച്ച് പല സ്ഥലത്തും നടന്ന് പല ഡയറക്ടേഴ്സിൻ്റെയും ഗേറ്റിൽ പോയി വീട്ടിൽ പോയി തട്ടി മുട്ടി ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെ സിനിമയിലേക്ക് മദ്രാസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്ന സിനിമയായിരുന്നു. എന്നേക്കാൾ മുമ്പുള്ള കലാകാരന്മാരെ വരെ അങ്ങനെ വന്നവരാണ് പലരും. എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു, സിനിമ എന്നുള്ളൊരു വലിയ മോഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു വാതിലിൽ പോലും മുട്ടാതെ നേരിട്ട് അന്നത്തെ കാലത്തെ ലിവിങ് ലെജൻസ് എന്ന് പറയുന്ന പത്മരാജൻ സാർ എന്ന് പറയുന്ന ഏറ്റവും റൈറ്റർ ഡയറക്ടർ, അപ്പുറത്ത് ഏറ്റവും വലിയ നിർമ്മാതാവ് സുപ്രിയ ഹരിപ്പോത്തൻ, ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ തോംസൺ ഫിലിംസ്, എല്ലാം ഓൾ ബെസ്റ്റ് ക്രൂ അങ്ങനെ നേരിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. അതാണ് ഞാൻ എപ്പോഴും തിരിഞ്ഞു പോകുമ്പോൾ പറയും, ദൈവത്തിനോട് ഞാൻ ചോദിച്ചത് ഒരു കൈക്കുമ്പിൾ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് മാത്രമാണ്. പക്ഷെ ആ ദൈവം എനിക്ക് ഗുരുവായൂരപ്പൻ ഒരുപാട് വാരി തരുമ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും ഇത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അർഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി കിട്ടി കഴിഞ്ഞപ്പോൾ അടുത്ത ഫിലിം പത്മനാഭൻ സാറ് തന്നെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത് എന്നെ സമീപിച്ചത് സത്യൻ അന്തിക്കാട്, രാജസേനൻ, സിബി മലയിൽ, ഭരതൻ, IV ശശി, അങ്ങനെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡയറക്ടേഴ്സ് മുഴുവൻ. അവരെങ്ങനെ എന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഒരു കംഫർട്ട് സോണിൽ കിട്ടിയ ഒരു ഇതായത് കൊണ്ടാവാം അവരെന്നെ റിപ്പീറ്റ് ചെയ്തത്. ഒരിക്കൽ ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, ഫാസിൽ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ വന്നതാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് അദ്ദേഹം. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ അടുപ്പമാണ്. പക്ഷേ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഫാസിലിനോട് ചോദിച്ചു, ജയറാമിനെ വെച്ച് എന്താ സിനിമ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സത്യൻ അന്തിക്കാടും സിബിയും ബാക്കി എല്ലാവരും പറയുന്നത്, അയാളെ വെച്ച് ഒരു സിനിമ എടുത്താൽ അടുത്ത സിനിമ അയാളെ വെച്ച് എടുക്കാൻ തോന്നും. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ജയറാമിനെ വെച്ച് എടുക്കാത്ത. അപ്പൊ പുതിയ ആൾക്കാരിലേക്ക് വരുമ്പോ അങ്ങനെ ഒരു ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഏട്ടൻ്റെ ഒരു ഗുരുതുല്യരായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പം സിനിമ മാത്രമല്ല കേട്ടോ, ആ സൗഹൃദങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോ സത്യനാണെങ്കിലും രാജസേനാണെങ്കിലും മറ്റേ എല്ലാം അത്ര അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരു സെറ്റിൽ നമ്മൾ 40 ദിവസം ചെലവഴിക്കുന്ന ആ സന്തോഷമാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവരും പ്രൊഫഷണൽ സ്വഭാവം എന്നാണല്ലോ പറയാ. ഇടത്തരം ഇടത്തരം ഒരാളുടെ ജീവിതകഥ പറയുന്ന സംവിധായകരായിരുന്നു ഇവരൊക്കെ. അതിലും കൂടി ഞാൻ ആപ്റ്റായിരുന്നു കൊണ്ടായിരിക്കാം എന്നെ വിളിച്ചത്. അപ്പൊ ഈ പ്രൊഫഷണൽ സ്വഭാവം അത് ഷോട്ട് കഴിയുക, ക്യാരമലിൽ പോയിരിക്കുക, തിരിച്ചു വരിക, അതൊരു സൈഡ് ഉണ്ട്. ഇപ്പുറത്തെ ഒരു കുടുംബാന്തരീക്ഷം പോലെ വർക്ക് ചെയ്തിട്ടുള്ള സ്പേസ് ഉണ്ട്. രണ്ടും ഏട്ടനെ അറിയാം. ഇതിൽ ഏതായിട്ടും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഞാൻ പ്രീവിയസ് ചോദ്യത്തിൽ ഒരു ഉത്തരം കൂടി പറഞ്ഞേക്കാം കേട്ടോ. ഇത്രയും സിനിമകൾ ഒരേ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്ത് അന്നത്തെ കാലത്ത് ഈ ഡയറക്ടേഴ്സിന്റെ സിനിമകൾ മുഴുവൻ ചെയ്തതിൻ്റെ ഒരു പ്രസന്റ് ക്രെഡിറ്റേ ഞാൻ എടുക്കുള്ളൂ. കാരണം ഒരു ഇലയിൽ വിളമ്പി വെച്ചിട്ടുള്ള വെറും ചോറ് മാത്രമായിരുന്നു ഞാൻ. ഇപ്പുറത്ത് കറികളായിട്ട് അതിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒടുവിലുണ്ണികൃഷ്ണനും മാമ്മൂക്കോയും ശങ്കരാടിയും ജഗതി ചേട്ടനും ഫിലോമിന ചേച്ചിയും മീന ചേച്ചിയും ലളിതാമ്മ ഇങ്ങനെ ഒരു ചുറ്റി കിടക്കുകയാണ് എൻ്റെ ചുറ്റും. അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിലാണ് ഇങ്ങനെ എന്നെ വർഷങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് ബ്രില്യൻസ് ആയിരുന്നു അവർ ചുറ്റും. ഒരു സിനിമയിൽ ഒടുവിൽ അച്ഛനായിട്ടുണ്ടാവും, ഇപ്പുറത്തെ സിനിമയിൽ ആനക്കാരനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും, ഇപ്പുറത്തെ അമ്മാവനായിട്ട് കൂടെ ഉണ്ടാവും. അത് എവിടെയും പോസ്റ്റ് ചെയ്യാമല്ലോ ഇവരെയൊക്കെ. അതാണ്. ഇപ്പൊ തിരിച്ചു വന്ന് നമ്മുടെ കാരവൻ സംസ്കാരം വന്നു. കാരവൻ സംസ്കാരം ഒരിക്കലും തെറ്റൊന്നുമല്ല കേട്ടോ. കാരണം ഇപ്പോൾ നിങ്ങളെ പോലത്തെ പെൺകുട്ടികൾക്കാണെങ്കിലും ഒരു സൗകര്യം വേണ്ടേ? എല്ലാ കാര്യങ്ങൾക്കും ഒരു മറയും സൗകര്യങ്ങളും എല്ലാം വേണ്ടേ? പണ്ടത്തെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്ന കാലഘട്ടത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ വീടുകളിലും അവിടെയും ഇവിടെയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഷീലാമ്മ ഒരു തമാശ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാസ്റ്ററും പ്രേം നസീർ അഭിനയിക്കുന്നു, ഷീലയുണ്ട്. ചുട്ടു പൊരിയണ വെയിലത്ത് ആ ചാലക്കുടി ഭാഗത്ത് അതിരപ്പള്ളി ഭാഗത്താണ് ഷൂട്ടിങ്. അപ്പോൾ ഷീലാമ്മ ഗർഭിണിയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ച ആ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യൻ പറയുന്നു ഈ ഗർഭം എൻ്റെയാണ്. പ്രേം നസീർ പറയുന്നു ഇല്ല ഈ ഗർഭം എൻ്റെയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കൊക്കെ നടക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് നോക്കുന്നുണ്ട് എന്തായിരിക്കും. ഉച്ചയ്ക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ വഴിക്കാണ് ഒന്നുമില്ല, ഷീലാമ്മ ഒരു തലയണ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഗർഭമായിട്ട്.
ഉച്ചയ്ക്ക് ആ പാറപ്പുറത്ത് കിടന്നുറങ്ങാനായിട്ട് ഈ തലയണ എനിക്ക് വേണമെന്നുള്ളതാണ് സത്യം പറഞ്ഞു. ഈ ഗർഭം എന്റെയാണ്. അതെ, പ്രേംനസീർ പറഞ്ഞു അല്ല ഈ ഗർഭം എന്റെയാണ്. എനിക്ക് തരുമോ? കഴിഞ്ഞപ്പോ ആ പാറപ്പുറത്ത് പാവങ്ങൾ ഒരു തലയണയും വെച്ച് അവിടെ ചൂടത്ത് കിടന്നുറങ്ങുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ എല്ലാ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് എല്ലാ സൗകര്യമുള്ള കാര്യം അത് നല്ലത് തന്നെയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ ഈ തമാശ പറഞ്ഞിരിക്കുന്ന സൗഹൃദങ്ങൾ അതെ അതെ അത് ചില സ്ഥലങ്ങളിലൊക്കെ നടക്കും കേട്ടോ. മാക്സിമം ഞാനങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ തെലുങ്കിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും തമാശ പറയും. ഇപ്പൊ കന്നഡത്തില് കാന്താര 2 കഴിഞ്ഞ ഏകദേശം 70-80 ദിവസമായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഞാൻ ഋഷഭ് ഷെട്ടിയോട് ഫസ്റ്റ് ഡേ പറഞ്ഞു, തമാശകൾ പറഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് പുറത്തിരിക്കാം, അതുകൊണ്ട് പുറത്തിരിക്കുള്ളൂ എല്ലാവരും ഫുള്ളായിട്ട്. നിങ്ങൾ എങ്ങനെയായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ബിക്കോസ് നമുക്ക് പുതിയ ആൾക്കാരും ഇപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞിട്ട് ജനറേഷൻ 2 ജനറേഷനും കൂടെ ഏകദേശം വന്നിട്ടുണ്ടല്ലോ. ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യണം. നമ്മളിങ്ങനെ ആരാധിക്കുന്ന വ്യക്തികളാണ് എങ്കിലും ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിന്റെ ആണോ അതോ ആയിരിക്കാം കേട്ടോ. എനിക്ക് നമുക്ക് ഇതൊക്കെ കിട്ടുമോ? ഏട്ടനാണേലും ലാലേട്ടനാണേലും മമ്മൂക്കയാണേലും സുരേഷ് ഏട്ടനാണെങ്കിലും നിങ്ങളെല്ലാവരും നമ്മളെയും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നിർത്തുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കൺസിഡർ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കുറച്ച് കാലഘട്ടത്തിൽ ഒരു 10-40 വർഷം മുമ്പ് വന്നിട്ടുള്ള ജനറേഷനിലുള്ള എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത്. കാരണം ഒരു ദാരിദ്ര്യമല്ല ഞാൻ പറയുന്നത്, ഇന്നത് ഒരു ചെറിയ സാധനം കിട്ടുമ്പോഴുള്ള സന്തോഷമില്ലേ, ഒരു വാച്ച് കിട്ടിയാലുള്ള സന്തോഷം, അല്ലെങ്കിൽ ഒരു ഓണത്തിനോ വിഷുവിനോ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴുള്ള സന്തോഷം, എനിക്ക് ആ സന്തോഷം ഇപ്പോഴും ഉണ്ട്. ദൈവം ഓരോ ദിവസവും ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷർട്ടാണ് തരുന്നതെങ്കിലും ഇതൊക്കെ ഇടാനുള്ളൊരു ഇത് തരുന്നില്ലേ ദൈവം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കേട്ടോ, അതുകൊണ്ടായിരിക്കാം. എനിക്കത് എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഇപ്പോൾ മേ ബി അതൊക്കെ തന്നെ ആയിരിക്കാം. എല്ലാത്തിൻ്റെയും വാല്യൂ അറിഞ്ഞ് വന്നത് കൊണ്ടാവാം കേട്ടോ. എല്ലാത്തിൻ്റെയും വാല്യൂസ്, സ്നേഹത്തിന്റെ വാല്യൂ, അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന്റെ വാല്യൂസ്, ഓരോ സാധനങ്ങൾ കിട്ടുന്നതിന്റെ വാല്യൂ ഭയങ്കരമായിരുന്നില്ലേ. ഇന്നിപ്പോ നമുക്ക് ഒരുപാട് കിട്ടുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു വാല്യൂ അറിയില്ല. ഇന്നൊന്നിനും അങ്ങനെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് എവിടെ ഇല്ലല്ലോ. ഇപ്പോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പറഞ്ഞു എനിക്കത് കിട്ടാതിരുന്നു, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു സാധാരണക്കാരന് ഒരു ആപ്പിളോ ഓറഞ്ചൊക്കെ കഴിക്കുക പറയുന്നത് ഒരു ലക്ഷറി ആയിരുന്നു. ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ലക്ഷറി ആയിരുന്നു, ഒരു വാഷിംഗ് മെഷീനുള്ള ലക്ഷറി ആയിരുന്നു, കാറുള്ളത് ലക്ഷറി ആയിരുന്നു. ഇന്ന് അതില്ലല്ലോ. ഇന്നെല്ലാം കൈക്കുമ്പിളിൽ ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്നോണ്ടായിരിക്കും. ഒരു ഫോട്ടോ ഒയ്യോ സ്റ്റുഡിയോയിൽ പോയിട്ട് ആ ഒരു കരിയൊക്കെ തേച്ച് ഒരു കോട്ട് ഉണ്ടാവും. ഒയ്യോ, പെരുമ്പാവൂർ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയില്ല. ആ കോട്ട് ഇവിടെ ഇട്ട ഇവിടെ നാറും. ഞാൻ അതിട്ട് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വിലമതിക്കാൻ പിന്നെ നിന്നും ആ ഒരു ഇത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് ആകെ കൂടി വർഷത്തിലൊരിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം, ആ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആനകള്, ചെണ്ടക്കാര്, അല്ലെങ്കിൽ അത് വരുന്ന ചെറിയ സർക്കസുകൾ, അത് ഇതെല്ലാം. ഇന്നും ഉത്സവപ്പറമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. അത് നേരിട്ട് അവിടെ പോയി ചിലപ്പോൾ നിൽക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ് ഞാൻ ചെണ്ടയായിട്ട് അവിടെ പോകുന്നത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കൊട്ടും ചെയ്യണ്ട. ഇഷ്ടങ്ങളെന്നും ചേർത്ത് പിടിക്കാനായിട്ട് പിന്നെ ശ്രമിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ ഒരു ഇഷ്ടമാണല്ലോ യാത്രകള്. പക്ഷെ ഞാൻ നേരത്തെ നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് പീസ്ഫുൾ ആന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ യാത്രകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ രണ്ടുപേരും കുറച്ചുകൂടെ അഡ്വഞ്ചറസ് പരിപാടികളുടെ പുറകെയും. യാത്രകളിൽ ഞങ്ങൾ എപ്പോഴും തമ്മിൽ തല്ലും വഴക്കും എപ്പോഴും ഉള്ള കാര്യം തന്നെ. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കണം. എല്ലാം അത് ഓരോ കാരണങ്ങളാണ് കേട്ടോ. അത് അവരുടെ ഒട്ടും യോജിക്കാത്ത ഒരാള് ഞാനാണ്. അവര് 3 സെറ്റാണോ? അവരെല്ലാവരും സെറ്റാണ്. ഇപ്പൊ രണ്ടുപേരും എല്ലാം അവരെല്ലാവരും സെറ്റാണ്. പ്രത്യേകിച്ച് ഒരു കാര്യത്തില്, ഞാൻ എവിടെ ചെന്നാലും രാവിലെ 6 മണി കഴിഞ്ഞാൽ ഞാൻ ബെഡിൽ കിടക്കില്ല. അവര് ഒരു ദിവസം വിട്ടാ വേണമെങ്കിൽ ആ പകലും ഉറങ്ങി, വേണമെങ്കിൽ ആ രാത്രി ഉറങ്ങി, അടുത്ത ദിവസം ഉറങ്ങുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രഭാതം എൻജോയ് ചെയ്യുക, അവിടെ നടക്കുക, കാണുക, കാഴ്ചകൾ കാണുക, നമുക്ക് കിട്ടാത്ത ആഹാരങ്ങൾ കഴിക്കുക, എല്ലാം അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്.
ഞാൻ ഈ 6 മണിക്ക് എണിച്ച് ഇവര് വിളി തുടങ്ങിക്കഴിഞ്ഞാൽ നാശം, ഞങ്ങളെ ഉറങ്ങാനും സമ്മതിക്കില്ല. പണ്ടാറ് ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്ന്? ഞാൻ പറഞ്ഞു ഇതിനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോരെ, എന്തിനാ എത്രയും ദൂരം വന്നത്? അതെ, ഇത് എപ്പോഴും ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യം പറയട്ടെ. ഞാനിത് ചുമ്മാ ഇന്റർവ്യൂവിന് വേണ്ടി നുണ പറയുന്നില്ല. സാൾസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ജർമ്മനിക്ക് അടുത്തായിട്ട് വരും, ആ ഒരു ബോർഡറിലായിട്ട് വരും. സൗണ്ട് ഓഫ് മ്യൂസിക് എന്നുള്ള സിനിമയൊക്കെ ഇംഗ്ലീഷൊക്കെ ഷൂട്ട് ചെയ്യും. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ചുറ്റും മഞ്ഞ് മലകളാണ്, നടുക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അപ്പോൾ അവിടെ പോയിട്ട് റൂം എടുത്തു. ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 11 മണി 12 മണിയാവും സൺറൈസ്. അപ്പത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് എനിക്കത് ഏത് മാസമായിരുന്നു, ഡിസംബർ ടൈം കണ്ടായിരുന്നു തോന്നുന്നു. തിരിച്ച് 12:30 1 മണി കഴിഞ്ഞാൽ സൺസെറ്റ് തുടങ്ങി കഴിഞ്ഞു. ആകെ കൂടി 1 അവറൊക്കെ കിട്ടുള്ളൂ. അവിടെ പോയി താമസിച്ച് ഒരു ദിവസം പോലും പകലെന്താന്ന് ഇവർ കണ്ടിട്ടില്ല. ഇവര് ഉറങ്ങി എണീക്കുമ്പോ 1 മണിയാവും, അപ്പൊ രാത്രി, പിന്നെ അത് കഴിഞ്ഞാൽ അതെ ഇവിടെ നേരെ വെളുക്കില്ലേ. അതാണ് അതെ. അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ മാത്രം തനിയെ ഇങ്ങനത്തെ. അപ്പൊ ഇതൊരു ചെറിയത്, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ യാത്രകളിൽ മാത്രമാണ് ഈ ഒരു യാത്രകളിൽ. അതെ അതെ. ഇപ്പൊ പുതിയൊരു സിനിമയില് കണ്ണനും ഏട്ടനും ഒന്നിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ കുഞ്ഞിലെ മോനെ കറക്റ്റ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവന്റെ ഒരു നായകനായി. അപ്പൊ ഇപ്പൊ ഒരുമിച്ച് ഷോട്ടിലൊക്കെ നിൽക്കുമ്പോ അവനിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? പഠിക്കാനുള്ളൂ. ഇപ്പോ പുതിയ ജനറേഷൻ കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ. ടെക്നോളജി, മറ്റു കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കളോടാണ് ചോദിക്കുന്നത്. ചക്കിയോടും കണ്ണനോടൊക്കെ ചോദിക്കും, മക്കളെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇതാണോ, അല്ല ഞാൻ വെറും ഒരു പഴഞ്ചനാണോ, എപ്പോഴും ഇങ്ങനെ അപ്പ ഇങ്ങനെ അമ്പലപ്പുറമ്പും ജണ്ടയും അതും ഇതും തൂക്കി നടക്കുന്ന ഒരു പഴഞ്ചനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ ചോദിക്കും. അപ്പായിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള, ഇനിയിപ്പോൾ അവർ പറഞ്ഞാൽ പോലും എനിക്കെൻ്റെ വേഷമൊന്നും മാറ്റാൻ പറ്റില്ല. എനിക്കൊരു സാധാരണ മുണ്ട് കൊടുത്ത് കിടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതും ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. ലോകത്ത് എവിടെ പോയാലും ഈ മുണ്ടുമായിട്ട് എന്തിനാ വരുന്നതിനടുത്ത് ചോദിക്കും. ഞാൻ എവിടെ പോയാലും. ഇപ്പൊ ഞങ്ങള് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫിൻലാൻഡിൽ പോയി. -28 ആയിരുന്നു. -28 ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. ആ 28 ഞാൻ മുണ്ട് കൊടുത്ത് കിടന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഹോട്ടലിലെ ഓണർ എനിക്കൊരു ഇത് തന്നു, സ്വർണത്തിന്റെ ഇത് തന്നു. കാരണം അവിടെ ഇന്നേ വരെ 3 ലെയർ 4 ലെയർ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ ചത്തുപോ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിലെ ഓണർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെറും മുണ്ട് കൊടുത്ത് ഞാൻ അവിടെ നടന്ന. എന്നിട്ട് ഞാനത് എൻ്റെ കയ്യിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കണ്ണനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ -28 ഫുൾ അതിൽ കൂടെയൊക്കെ കുറെ റൗണ്ട് നടന്നിട്ട് ഞാൻ ചെന്ന കാലത്ത് പറഞ്ഞു ഇത് വെറും ലിനൻ ജുബയാണ് ഇന്ത്യ എന്നുള്ള, വെറും എന്താ വേസ്റ്റ് കൊടുത്തിരിക്കുന്നു, എന്താ തരികയെന്ന് വെച്ചു. അപ്പം അയാൾ പോയിട്ട് അവിടുത്തെ ഒരു ഗോൾഡിന്റെ അയാളുടെ ഒരു പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ തന്നു. ഇന്നേ വരെ ജീവിതത്തിൽ ഫിൻലാൻഡിൽ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പോകുന്നു. കണ്ണൻ അല്ലെങ്കിൽ ചക്കിയുടെ ഒക്കെ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഏട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ ഈ നാടൻ മുണ്ട് ഷർട്ടൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ശ്രദ്ധിക്കാറുണ്ടോ? കുട്ടികൾ അവർക്ക് അല്ല, അവരുടെ ഡ്രസ്സിങ് അശ്വതിക്ക് നല്ല ഡ്രസ് സെൻസാണ്. അത് എന്ത് കളർ എടുക്കുന്നതിലും അതെടുക്കുന്നതിലും ഞാൻ ഇന്നേ വരെ എൻ്റെ ഷർട്ടൊന്നും ഇല്ല കേട്ടോ, എല്ലാം അവരെ എടുത്ത് തരും. ഞാൻ ഇന്നേ വരെ ഒരു കടയിൽ പോയിട്ട് എൻ്റെ ഓർമ്മയിൽ പോലും ഞാനൊരു ഷർട്ടോ പാൻറ്റോ മേടിച്ചിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടി വല്ലതും മേടിച്ചിട്ടുണ്ടാവുന്നല്ലാതെ എൻ്റെ റിയൽ ലൈഫിൽ മുഴുവൻ അശ്വതിയെ മേടിച്ചു തരാം, കണ്ണനെ മേടിച്ചു തരാം, അല്ലെങ്കിൽ ചക്കിയെ മേടിച്ചു തരാം. അവർക്ക് എന്നെയൊക്കെ നല്ല കളർ സെൻസ് ഉണ്ട്. ഞാൻ പോയി എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരേ കളർ എടുക്കുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിൽ ബ്ലാക്ക് എടുക്കും, അല്ലെങ്കിൽ വൈറ്റ് എടുക്കും, അല്ലെങ്കിൽ പിന്നെയും ബ്ലാക്ക് എടുക്കും, അല്ലെങ്കിൽ പിന്നെയും വൈറ്റ് എടുക്കും. അപ്പൊ പറയും ഇത് പോയി ഒരേ സാധനം തന്നെ എന്തിനെ കൊണ്ട് കെട്ടിത്തുന്നത്, പിന്നെയും പോയാലും തപ്പി 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 ആ കറുത്ത ഷർട്ട് പോലെ. അതുകൊണ്ട് അവര് മേടിച്ചു തരും. എന്തായാലും ഏട്ടാ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കേട്ടിരിക്കുക എന്നുള്ളതാണ്, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ല, കേട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിലൊക്കെയുള്ള സന്തോഷം എന്ന് പറയുന്നത്. തുറന്ന് സംസാരിക്കുന്ന, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്തുന്ന ഇതേ ജയറാമേട്ടനായിട്ട് എന്നും നിലനിൽക്കാൻ സാധിക്കട്ടെ. ചേർത്ത് പിടിക്കുന്ന നല്ല നല്ല സൗഹൃദങ്ങൾ എന്നും ഇങ്ങനെ എല്ലാവരുമായിട്ടും ഉണ്ടാവട്ടെ, എപ്പോഴും നമുക്ക് കാണാൻ പറ്റട്ടെ. പിന്നെ എൻ്റെ മലയാളികൾ കഴിഞ്ഞ 37 വർഷമായിട്ട് എൻ്റെ എല്ലാ സന്തോഷങ്ങളും അതും ഇതും എല്ലാം
ഞാൻ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പൊസിഷൻ എനിക്ക് ലൈഫിലെല്ലാം ഉണ്ടാക്കി തന്നിട്ടുള്ള എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, എത്ര 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 പറഞ്ഞാലും മതിയാവില്ല. സോ ലോകത്തെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞാൻ എന്താ പറയുക, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് 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 നന്ദി, കടപ്പാട് എല്ലാം.